ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. എല്ലാവരും ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് അവധിയെടുത്ത് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ദിവസമാണ് ആഴ്ചയിലെ. അപ്പോൾ ആ ദിവസം നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പരിശോധിക്കുകയാണ്. ഈ ഞായറാഴ്ചയുടെ ആലസ്യമൊന്നും നമ്മുടെ വാർത്തകൾക്കൊന്നുമില്ല. വളരെ വാർത്താ സമ്പന്നമായ ഒരു ഞായറാഴ്ച തന്നെയാണ് ഇന്നുള്ളത്. ഒരുപാട് വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്, രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി ഒരു 1.5 മണിക്കൂർ മോർണിംഗ് വൈബ്സിനൊപ്പം തുടരാൻ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കൂടോത്ര വിവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 ആണ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ വാർത്തയുടെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയ കേരളം ഈ ദിവസവും ഇന്ന് സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയം തന്നെ ആയിരിക്കും എന്നുള്ളതിലും സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും എന്താണ് വാർത്തയുടെ പുതിയ അപ്ഡേറ്റ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങും. കേരള കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷമാകും FIR രജിസ്റ്റർ ചെയ്യുക. കൂടോത്രം കണ്ടെടുത്തത് കണ്ണൂരിൽ ആയതിനാൽ തുടരന്വേഷണം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. കെ സുധാകരന്റെ വസതിയിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വിഷയത്തിന് പിന്നാലെ കൂടുതൽ പേരുടെ പ്രതികരണങ്ങളും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കൂടോത്രത്തിന് പിന്നിലെന്ന സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും എങ്ങനെയാകും ഇന്നത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നത്, ഫോളോ അപ്സ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ 2-3 ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കത്തി വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഈ കൂടോത്ര വിവാദമാണ്. നമ്മൾ ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഡാൻ കുര്യനാണ് ഈ വാർത്ത വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോ ഒരു കേസായി മാറിയിരിക്കുകയാണ്. ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കൂടോത്രം എന്ന് പറയുന്നത് നിലവിൽ ക്രിമിനൽ കേസിൽ പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലാണ് ഈ വിഷയം, ഈ കൂടോത്രം കണ്ടെടുത്തത് സുധാകരന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെ ഈ അന്വേഷണം കൊണ്ടുപോകണം എന്നുള്ള ആലോചന കൂടി ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ടല്ലേ? അറിയ ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമായി ഈ കൂടോത്ര വിവാദം മാറിയിട്ടുണ്ട്. നമ്മൾ നിയമവശത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടി ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ കളിയാക്കലുകൾ, പരിഹാസം, ഇതെല്ലാം തന്നെ കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. VK സനോജ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ യുവ നേതാക്കൾ, MP രാജേഷിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രി അടക്കമുള്ളവർ ഇതിനെ കളിയാക്കുന്ന, ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ മാത്രവുമല്ല, ഈ കൂടോത്രം ചെയ്തതാര് എന്നത് സംബന്ധിച്ച് കോൺഗ്രസിലെ തമ്മിലടിയും ഈ പാരവയ്പും അത് കാലങ്ങളായി CPM അല്ലെങ്കിൽ ഇടത് പാർട്ടികളോ BJP ഒക്കെയും കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ എടുക്കുന്ന ഒരു വടിയാണ്, ആയുധമാണ് കോൺഗ്രസിലെ തമ്മിലടിയും പാരവയ്പും. ആ ഒരു നിലയിലേക്ക്, പരിഹസിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായില്ല, ഉയിര് പോയില്ല എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഏതായിരുന്നാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള ട്രോളുകൾ, ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ കളിയാക്കലുകളോ പരിഹാസമോ എന്നതിനപ്പുറം മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് ഇത് ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെയാണ് അവർ കാണുന്നത്. യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വിമർശനമുണ്ട്. അബിൻ വർക്കിയൊക്കെയും മുള്ളുവെച്ച വാക്കുകളാണ് പറയുന്നത്. ഒരുപക്ഷെ പുറത്തു നിന്ന് ആരും ആകില്ല, ഈ 8 അടി ഉയരമുള്ള മതിലുള്ള വീട്ടിനകത്ത് ഇങ്ങനെ ഈ കൂടോത്രം കുഴിച്ചിട്ടത് ആരാണ്, ആരെവിടെ നിന്ന് വരാനാണെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും വരുമ്പോൾ ആ വീടുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന മുള്ളുവെച്ച വാക്കുകൾ കൂടിയുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതിരുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് മറ്റ് ഒരു സംസ്ഥാനത്തിൽ, അതായത് കർണാടകയിലെ ശിവകുമാർ, DK ശിവകുമാർ അടക്കം, അല്ലെങ്കിൽ DK ശിവകുമാർ തന്നെ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൂടോത്രം നടന്നു. അത് കേരളത്തിലാണ്.
എന്ന കാര്യം, അതും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് DK ശിവകുമാർ പറഞ്ഞത്. പക്ഷേ അത് ഇതുവരെയും നമ്മൾ ഈ സംഭവവുമായി ചേർത്ത് വായിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഈ കോൺഗ്രസ്സിൽ ആദ്യമായല്ല കൂടോത്രം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടോത്ര പരിപാടികളൊക്കെയും മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ കൂടി നടക്കുന്നു. ഈ കാര്യം DK ശിവകുമാർ പറഞ്ഞതാണ്, തനിക്കെതിരെ കൂടോത്രം ഉണ്ടായിരുന്നു എന്ന കാര്യം. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ കാലാകാലങ്ങളായി ഇത്തരം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു വസ്തുതയാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൂടോത്രം കണ്ടെടുക്കുമ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് 8 തവണയാണ് കൂടോത്രം കണ്ടെടുത്തത്. അദ്ദേഹം ആദ്യ തവണയൊക്കെയും ഈ കാര്യത്തിൽ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലോ നടത്തിയിരുന്നില്ല, അത് രഹസ്യമാക്കി വെച്ചിരുന്നു. പക്ഷേ തുടരെ കൂടോത്രങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയതോടെ ഗതികെട്ട് VM സുധീരൻ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. ചെമ്പ് തകിടുകളും ചെറിയ ശൂലങ്ങളും വെള്ളാരം കല്ലും ഒക്കെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലും, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വലിയ ഗാർഡനൊക്കെ, വിശാലമായ രീതിയിൽ ഗാർഡനൊക്കെയും പരിപാലിച്ചു വരുന്നുണ്ട്. അവിടെ വാഴച്ചുവട്ടിൽ നിന്നാണ് അവസാനമായി ഈ കൂടോത്രം ലഭിക്കുന്നത്. സുധാകരൻ്റെ വീട്ടിലും ഈ തരത്തിൽ കൂടോത്രം ലഭിക്കുന്നു. ഉണ്ണിത്താൻ, ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മറ്റൊരാളെ കൊണ്ടുവന്ന്, അവിടെയും മന്ത്രവാദത്തിൻ്റെ കാര്യമാണ് ഉയർന്നു വരുന്നത്, ഇങ്ങനെ പരിശോധിക്കുന്നു. വേറൊരു ആളെ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ ഇത് കൂടോത്രം ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ഇതുവരെയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സുധാകരൻ്റെ അനുയായി തന്നെ പറയുന്നത് കോൺഗ്രസിലെ നേതാവ് തന്നെയാണ് ഈ കൂടോത്രം ചെയ്തതെന്ന ഒരു കാര്യം പറയുന്നു. ദുസ്സൂചനകൾ, ഈ മുള്ളുവെച്ച വാക്കുകൾ പലരെയും സംശയത്തിൻ്റെ പേരിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, VD സതീശൻ കൂടോത്രം ചെയ്തുവെന്ന CPM-ലോ അല്ലെങ്കിൽ DYFIയിലോ നിന്നുള്ള വിമർശനം, ഈ തരത്തിൽ ഒരല്പം കളിയാക്കലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ട്രോളുകളും ഒക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു നിയമവശം കൂടി പരിശോധിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടികൾ, കൂടോത്രം, ഈ മന്ത്രവാദം, ഇതെല്ലാം തന്നെ കുറ്റകരമാക്കാനുള്ള ആലോചന നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബില്ല് കൊണ്ടുവരുന്നത് സജീവമായി സർക്കാർ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് സർക്കാർ ഒഴിവാക്കി, ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഈ ബില്ല് കൊണ്ടുവരുന്നത് സജീവമായി പരിഗണനയിലുണ്ട്. വളരെ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് വരും, നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവായ ഹഫീസാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. കണ്ണൂരാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് കൂടുതലും പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു ടീം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കണ്ണൂരിൽ ഏതെങ്കിലും ടീമിനെ ഉപയോഗിച്ച് ഈ വീട് ആരാണ് ചാടിക്കടന്നത്, മതിൽ ചാടിക്കടന്ന് ആരാണ് അവിടെ ഈ കൂടോത്രം കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട നിലയിലേക്ക് പോയാൽ അങ്ങനെ ഒരു പക്ഷേ അവിടെ ഒരു ടീമിനെ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സുധാകരൻ്റെ വലിയ CCTV ക്യാമറയും ഉയരമുള്ള മതിലുമൊക്കെ ഉള്ള ഈ വീട്ടിലേക്ക് ഇതാരാണ് ചാടിക്കടന്ന് ഇങ്ങനെ കൂടോത്രം കുഴിച്ചിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളുണ്ട്. വിനോദ്, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. അതായത് ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള വീട്ടിലേക്ക് ആരാണ് പുറത്തുനിന്നൊരാൾ കടന്നെത്തി ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ മുതിരുക എന്നുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വ്യക്തി ആയേക്കാം ഇത് ചെയ്തത് എന്നുള്ള ഒരു നിഗമനം ഉള്ളതും. കഴിഞ്ഞ ദിവസം ഈ സുധാകരന്റെ മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ നമ്മളോട് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് വ്യക്തമായി അവർക്കറിയാം ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്, പക്ഷേ പേര് വെളിപ്പെടുത്തുന്നില്ല തൽക്കാലം എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ആരാകും ഇത് ചെയ്തത്, ആരെയാണ് സുധാകരൻ അടക്കം സംശയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്തരം, അവരുടെ സംശയമുനയിലുള്ളത് ആരാണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പ്രതികരണം ഒക്കെ സുധാകരൻ അല്ലെങ്കിൽ സുധാകരന്റെ വൃത്തത്തിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇന്നീ ഒരു ദിവസം പ്രതീക്ഷിക്കണം, അല്ലേ? അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, വല്ലാത്ത നാണക്കേടാണ് എന്തായാലും പാർട്ടിക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. ഇതിപ്പോൾ CPM-ന്റെയും BJP-യുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്ന ട്രോളുകൾ പരിഹാസത്തിനപ്പുറം പാർട്ടിയിൽ നിന്ന് പോലും ട്രോളുകൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം യുവ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും ഒക്കെ പ്രതികരിച്ചതും അത്തരത്തിലാണ്. ഈ AI കാലത്തൊക്കെ കൂടോത്ര
കൂടോത്രത്തിന് പുറകെ പോകുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഈ കൂടോത്രം വെക്കുന്നതിന് പകരം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അപ്പുറം ബൂത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളും അവർ നടത്തിയിരുന്നു. ഈ യുവതലമുറയുടെയൊക്കെ പരിഹാസം കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ നേതാക്കന്മാർക്ക് വല്ലാത്തൊരു അസഹിഷ്ണുത ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് അവരുടെ ഒരു പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല എങ്കിൽ പോലും ഉള്ളിലുള്ള സംസാരങ്ങൾ അത് ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഹരിയ, ഈ അബിൻ വർക്കി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് ഈ പണിയെടുക്കാതെ പാർട്ടി രക്ഷപ്പെടുന്ന ഒരു കാര്യമില്ല, പണിയെടുക്കാതെ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതണ്ട എന്ന കാര്യമാണ്. അതായത് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇടപെടുകയും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ആ നിലയ്ക്ക് മുന്നോട്ട് പോവുകയും ചെയ്താൽ പാർട്ടി രക്ഷപ്പെടും എന്നത് തന്നെയാണ്. പക്ഷേ ഈ സംഭാഷണ ശകലം ഈ തകിട് കണ്ടെടുക്കുമ്പോൾ ഉണ്ണിത്താനും അതോടൊപ്പം തന്നെ സുധാകരനും തമ്മിൽ നടത്തുന്ന സംഭാഷണം അതുപോലും ഈ വലിയ തരത്തിലുള്ള ട്രോളുകൾക്ക് ഇടവരുത്തുന്നുണ്ട്. ഉയിര് പോകുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കാൻ ഇതാരാണ് ചെയ്തതെന്ന് ഉണ്ണിത്താൻ ഇടയ്ക്ക് ചോദിക്കുകയും ഉണ്ണിത്താൻ ചിരിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളായി ഈ തകിടിൻ്റെ രൂപത്തിൽ കിട്ടുന്നു. തലയുടെ രൂപത്തിൽ കിട്ടുമ്പോൾ അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് നോക്കാൻ സുധാകരൻ പറയുന്നുണ്ട്. ആ തരത്തിൽ അവരുടെ സംഭാഷണം പോലും വളരെ രസകരമായ രീതിയിൽ ആളുകൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പാർട്ടിയെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഒരു വർഷം മുൻപ് എന്ന് പറയുമ്പോഴും ഒരു വർഷം മുൻപ് കണ്ടെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും സുധാകരൻ 1,00,000-ലധികം വോട്ടിന് ജയിച്ചു. അദ്ദേഹം KPC പ്രസിഡന്റ് സ്ഥാനത്ത് ഇക്കഴിഞ്ഞ കാലമെല്ലാം തുടർന്നു. അങ്ങനെയെങ്കിൽ ഈ കൂടോത്രത്തിന് എന്ത് പ്രസക്തി എന്ന കാര്യം കൂടി യുക്തിഭദ്രമായി ഈ മുതിർന്ന നേതാക്കളെല്ലാം ചിന്തിക്കേണ്ടതാണ്. കാലിന് വേദനയുണ്ടായി, സ്വാധീനക്കുറവുണ്ടായി എന്നൊക്കെ, അല്ലെങ്കിൽ തളർച്ച പോലെ തോന്നിയെന്ന് സുധാകരൻ പറയുമ്പോൾ ആളുകൾ പറയുന്നത് സുധാകരൻ്റെ പ്രായം കൂടി പരിഗണിക്കണം. ഇത്രയും പ്രായമാകുമ്പോൾ ശരീരത്തിന് വേദനയും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് കൂടോത്രത്തിൻ്റെ ശക്തിയോ കൂടോത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. മനുഷ്യന് പ്രായമാകുമ്പോൾ ശരീരഭാഗങ്ങൾക്ക് ക്ഷീണം ഒക്കെയും അനുഭവപ്പെടും, വേദന അനുഭവപ്പെടും. അതൊക്കെ എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അത് സുധാകരന് മാത്രമായി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള കാര്യമല്ല. ഈ ഉണ്ണിത്താൻ കൂടി അവിടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്ന ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഉണ്ണിത്താൻ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് ഈ വീഡിയോ ഒക്കെ പുറത്തു വരുന്നത്. ഈ വീഡിയോ പുറത്തുവിട്ടത് ആര് എന്ന് വ്യക്തമാക്കിയാൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന ഒരു കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഏതായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിളക്കമാർന്ന വിജയം, കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി 18 സീറ്റിൽ വിജയം നേടി വലിയ ശോഭയോടെ നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ, കൂടോത്രവും മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മുതിർന്ന നേതാക്കൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. ഇത് പാർട്ടിയിലെ തന്നെ യുവാക്കൾ, യൂത്ത് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളിലെ ആളുകൾ വളരെ വിമർശന ബുദ്ധിയോടുകൂടി ഇത് കാണുന്നു, അവരെ കളിയാക്കുന്നു. എതിർ പാർട്ടികളിൽ നിന്നോ എതിർ പ്രസ്ഥാനങ്ങളിൽ നിന്നോ മാത്രമല്ല, സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇവരെ കളിയാക്കുകയാണ്. കുറച്ചുകൂടി യുക്തിഭദ്രമായി ചിന്തിക്കണം. നാട്ടുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പണിയെടുക്കുക, അല്ലാതെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് വിനോദ്, ഈ യുക്തിഭദ്രമായി നേതാക്കന്മാർ ചിന്തിക്കണമെന്ന് വിനോദ് പറയുമ്പോൾ ആലോചിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് നൽകിയ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് കൂടോത്രത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ യുക്തിയില്ലാത്ത കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് തുറന്നു പറയാനും അതിൽ ആവർത്തിച്ച് നിൽക്കാനും ഒക്കെ ഈ നേതാക്കന്മാർക്ക് ഒരു മടിയും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതിലല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് ഈ ജനപ്രതിനിധികളായവർ, അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്, കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളാണ്. ഈ ഭീതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ ഇതൊന്നും ഇല്ലാതെ കാര്യങ്ങൾ വളരെ കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്, സാധാരണക്കാർ ബുദ്ധിമുട്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇറങ്ങി ആ വിഷയങ്ങൾ പരിഹരിക്കുകയും നാട്ടിൽ വികസനം കൊണ്ടുവരികയും നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കൂടോത്രത്തിൽ വിശ്വസിക്കുകയും ആ വഴി ചിന്തിക്കുകയും അതുവഴി സഞ്ചരിക്കുകയും ചെയ്താൽ നാട് എവിടെ എത്തും, നാട്ടുകാരുടെ കാര്യം എന്താകും എന്നതിലാണ് സംശയം. ഈ വിശ്വാസമൊക്കെ അവനവൻ്റെ ഒരു താല്പര്യവും കാര്യവുമാണ്. അത് ഏത് തരത്തിൽ വേണം എന്നതാണ്. നമ്മളൊരു വിശ്വാസിയാകുക, അല്ലെങ്കിൽ ഒരു ദൈവിക സ്ഥലത്ത്, ഒരു അമ്പലത്തിലോ
പള്ളിയിലോ ഒരു മൊക്സിലോ ഒക്കെ പോകുന്നത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമുള്ള മതം ആർക്കും സ്വീകരിക്കാം, ആ വിശ്വാസവുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഈ തരത്തിലുള്ള അന്ധവിശ്വാസം കൂടെ കൂട്ടി കൊണ്ടു നടക്കുക, അത് ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക, അതിനെ വിശ്വസിച്ച് ആ തരത്തിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യുകയും ആ കാര്യവുമായി അതിന് പ്രതി നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടോത്രം ഉണ്ടാകുമ്പോൾ അതിനെ കൂടോത്രത്തെ ഒഴിപ്പിക്കാൻ പോവുക, അല്ലെങ്കിൽ ഈ കൂടോത്രം ചെയ്യുന്നവർ ആരെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് യുവ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, പ്രവർത്തിക്കാതെ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ കൂടോത്രത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല. അവനവൻ സ്വന്തം നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുകയും ജനകീയ ഇടപെടൽ നടത്തിയാൽ അവിടെ ജനങ്ങൾ ആ നേതാവിനെ ഇഷ്ടപ്പെടുകയും ആ നേതാവിന് അവിടെ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇത് സുധീരനെതിരെ ഒരു കൂടോത്രം, സുധാകരനെതിരെ കൂടോത്രം എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യം വെച്ച് ആരോ ചെയ്യുന്നതാണ് എന്ന വിമർശനമാണ് വരുന്നത്. പക്ഷേ ഈ ഇരുവരും അവരുടേതായ ടേമുകളിൽ അവരുടേതായ സമയങ്ങളിൽ കൃത്യമായി ദീർഘകാലം KPCC അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടോത്രങ്ങൾ ഏശിയോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു വർഷം മുൻപ് സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന തരത്തിൽ തന്നെ സുധാകരൻ ഈ കാലം അത്രയും KPCC പ്രസിഡന്റായി തുടർന്നു വരികയാണ്. ഈ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് കണ്ണൂരിൽ ജയിക്കുന്നത്. 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കൂടോത്രം സുധാകരനെ തകർത്തത്, അല്ലെങ്കിൽ ഈ കൂടോത്രം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ, അദ്ദേഹത്തിൻ്റെ ജീവിതം മോശമാക്കുന്ന തരത്തിലേക്ക് പോയോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ KPCC പ്രസിഡന്റായി തുടരാൻ കഴിയുകയും ഒരു MP വീണ്ടും ജയിച്ച് അദ്ദേഹത്തിൻ്റെ അതേ നിലയിൽ പാർലമെൻറ്റ് അംഗമായി തന്നെ തുടരാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് പരിശോധിക്കുമ്പോൾ ഏത് കൂടോത്രം എങ്ങനെയാണ് സുധാകരനെ തകർത്തത് എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കോൺഗ്രസിനുള്ളിൽ ആദ്യമായല്ല ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത്, ഇത്തരം ആരോപണങ്ങൾ. അത് നമ്മൾ പറഞ്ഞു, ഈ DK ശിവകുമാർ അടക്കമുള്ള DK ശിവകുമാർ തന്നെ പറഞ്ഞു തന്നെ നശിപ്പിക്കാൻ കൂടോത്രം നടന്നു, അത് കേരളത്തിലാണ് നടന്നതെന്ന് പറയുമ്പോൾ അതും ഈ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു തുടർച്ചയായി വരുന്നു. പക്ഷേ കാലത്തിനനുസരിച്ച് മുതിർന്ന നേതാക്കൾ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന കാര്യം കൂടി ഈ നേതാക്കൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ആര്യ, വിനോദ്, ഒരു കാര്യം കൂടി, അതായത് എന്തായാലും ഈ ഒളിയമ്പുകളെല്ലാം ഇപ്പോഴും VD സതീഷിന് ഗ്യാങ്ങിനും എതിരെയാണോ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത് VD സതീഷിന്റെ ടീമിൽ നിന്ന് തന്നെ ആകാം ഇത് വന്നത് എന്നുള്ള ഒരു പരിഹാസമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്താണ് കോൺഗ്രസിനുള്ളിലെ ചർച്ച? ആർക്കെതിരെയാണ് ഒളിയമ്പുകൾ ഉള്ളത്? അങ്ങനെയുള്ള സംസാരം എങ്ങനെയാണ് പാർട്ടിയിൽ? അറിയാ, ഇത് മിക്കവാറും ആളുകൾ അല്ലെങ്കിൽ ഈ കൂടോത്ര വിവാദം വന്നതിന് ശേഷം പരസ്പരം സംശയിക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലോ അടുപ്പക്കാരെടുത്തോ പഴിചാരുകയോ ചെയ്യുന്ന ഒരു നിലയാണുള്ളത്. കോൺഗ്രസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായല്ല ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു KPCC പ്രസിഡന്റ്, അത് സുധീരൻ തന്നെ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം അവസാനം ഗതികെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കൂടോത്രം കുഴിച്ചിടുന്നത്, അതിനെക്കുറിച്ച് പറയേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 8ാമത് തവണയോ മറ്റോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്രം കണ്ടെടുക്കുമ്പോഴാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ ചെമ്പ് തകിടുകൾ, അത് ഓരോ ഇങ്ങനെയുള്ള ലോഹപാത്രം മുതൽ ബോൺവിറ്റയുടെ കുപ്പി അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങനെ കുഴിച്ചിടുന്ന രീതി ഉണ്ടായിരുന്നു. ഏതായാലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്നും ഇത് കണ്ടെടുക്കുമ്പോൾ ആരാണ് ഇതിന് പിറകിൽ? അതിപ്പോൾ K സുരേന്ദ്രൻ അടക്കമുള്ളവർ സതീശനാണ് ഇതിന് പിറകിൽ എന്ന ഒരു പരിഹാസം ഉന്നയിക്കുന്നു. പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഇതുവരെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. പരസ്പരമുള്ള സംശയങ്ങൾ, ആരോപണങ്ങൾ, സുധാകരൻ്റെ അനുയായി തന്നെ പറയുന്നത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഇതിന് പിറകിലെന്നാണ്. ഏതായിരുന്നാലും വലിയ വിവാദമായി മാറുമ്പോൾ ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ നാണക്കേട് കൂടി ആയി മാറുന്നുണ്ട്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടോത്ര വിവാദത്തിൽ നിയമപരമായുള്ള നീക്കങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വൈകാതെ അന്വേഷണം തുടങ്ങുമെന്നുള്ളതാണ് വാർത്ത. എന്തായാലും അതിന്റെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. ഇനി നമ്മൾ